ബംഗാൾ സ്കൂൾ അധ്യാപക നിയമന അഴിമതി കേസിൽ മന്ത്രി ചന്ദ്രനാഥ് സിൻഹയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി. സംസ്ഥാന കറക്ഷണൽ സർവീസസ് മന്ത്രിയാണ് ചന്ദ്രനാഥ് സിൻഹ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്താണ്? രജിത്ത്, ബംഗാളിലെ സ്കൂൾ അധ്യാപക നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ മന്ത്രിയാണ് മന്ത്രി ചന്ദ്രനാഥ് സിൻഹ. ഇദ്ദേഹം നേരത്തെ ഈ പ്രൈമറി സ്കൂൾ അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ നേരത്തെ ED റെയ്ഡ് നടത്തുകയും റെയ്ഡിൽ 41 ലക്ഷം രൂപ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ 2016-നും 2021-നും ഇടയിലായി മന്ത്രി ചന്ദ്രനാഥ് സിൻഹയുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 1.5 കോടി രൂപയോളം വന്നതായും EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ ഈ പണത്തിൻ്റെ സ്രോതസ് എന്ത് എന്ന് വിശദീകരിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹത്തെ ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി തേടി ഗവർണറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമീപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ CV ആനന്ദ ബോസ് മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഈ പ്രൈമറി സ്കൂൾ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ മന്ത്രിയാണ് മന്ത്രി ചന്ദ്രനാഥ് സിൻഹ. നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജി, ഭക്ഷ്യ റേഷൻ വിതരണ മന്ത്രി ജ്യോതിപ്രിയ എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്തിരുന്നു. ഇവർ ഇരുവരും ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. അതിനിടെ നിലവിൽ ഇപ്പോൾ സംസ്ഥാന കറക്ഷൻ സർവീസസ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ചന്ദ്രനാഥ് സിൻഹയെ കൂടി പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഗവർണർ CV ആനന്ദ ബോസ് അനുമതി നൽകിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.